ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങണത് തന്നെ കറണ്ട് പോയിട്ടാണ്. ഇന്നലെ രാത്രി ഒരു ഇടി വെട്ടിയതാണ് ഗൈസ്. പിന്നെ കറണ്ട് വന്നിട്ടില്ല. KCBക്ക് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു 9 മണിക്കേ വരുള്ളൂ എന്ന്. അപ്പോൾ നമ്മളിതാ ചായയൊക്കെ വെച്ച് ദോശയൊക്കെ ചുട്ട് റെഡിയാക്കാൻ പോവാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയ ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ സെറ്റാക്കാൻ പോണേ. രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ഒരു മണിക്കൂർ മുന്നേ നീച്ചാൽ തീരുന്ന പ്രശ്നം ഇപ്പം എനിക്കുള്ളൂ. പക്ഷേ നീക്കൂല. കാരണം എന്താ? മടി. സമയം 8 മണിയായി. നമുക്ക് 8:45 ആകുമ്പോഴേക്കും ഇറങ്ങണം. ഞാൻ ഇവിടെ മമ്പാട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായിട്ടാട്ടോ വർക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് 9 മണിക്ക് തൊട്ടാണ് വർക്ക് തുടങ്ങുക. നട്ടപ്പൊരു വെയിൽ കൊള്ളാനുള്ളതാവുകൊണ്ട് അധികം മേക്കപ്പൊന്നും നമുക്ക് ആവശ്യമില്ല. കുറച്ച് പൗഡർ ഇടുന്നു, കണ്ണെഴുതുന്നു, പൊട്ട് തൊടുന്നു, ലിപ്സ്റ്റിക്ക് ഇടുന്നു, കഴിഞ്ഞു, ശുഭം. എന്താണെന്നറിയില്ല, കണ്ണും കൂടി എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ ആകെ എന്തോ അസുഖം പിടിച്ച മാതിരിയാവും. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് പറ്റിയെന്ന്. അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണെഴുതും. അതേപോലെ ഇപ്പോൾ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളൊരു സാധനമാണ് ഈ ലിപ്സ്റ്റിക്ക്. ആദ്യമൊക്കെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ കൂടിപ്പോയോ എന്നൊരു വിചാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്ര ഇട്ടാലും അങ്ങോട്ട് മതിയാവില്ല എന്ന്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. വേഗം കഴിച്ച് തീർത്താലല്ലേ നമുക്ക് വേഗം ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വേഗം എന്തൊക്കെയോ വാരി കഴിച്ച് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നല്ല ദോശയും പിന്നെ അതുപോലെ തന്നെ നല്ല ഉള്ളിക്കറിയുണ്ട്. നമുക്ക് കഴിക്കാം. ഫുഡൊക്കെ എടുത്തിട്ട് ഞാനത് എൻ്റെ സ്ഥിരം സ്പോട്ടുണ്ട് ഫുഡ് കഴിക്കാൻ, അവിടെ പോയിരിക്കുകയാണ്. അവിടെ ഇരുന്നാലേ ഇറങ്ങുള്ളൂ. വേറെ എവിടെ ഇരുന്നാലും ആ ഒരു മനസുഖം കിട്ടൂല. സോഫയിലിരുന്നാൽ പോലും ഈ ഒരു സുഖം കിട്ടൂല. ആ മുക്കിലിരിക്കുമ്പോൾ എന്തൊരു സമാധാനമാണെന്നറിയൂ. അപ്പോൾ ഗൈസ് ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഗൈസ് നമ്മൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോവാം. ഗൈസ് ഞങ്ങൾ വീട്ടിൽ ഇത്രയും താറാവുകളുണ്ട്. അങ്ങനെ ഞാൻ നോക്കാറില്ല. ഫോണെടുത്തുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇതാ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും നമ്മളിതാ മമ്പാട് എത്തിയിട്ടുണ്ട്. ആ കണ്ണതാണ് പോസ്റ്റ് ഓഫീസ്. അധികം താമസിയാതെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന് സ്വന്തമായിട്ട് ബിൽഡിങ് വരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഓഫീസിലേക്ക് പോകാൻ പോവാണ്. സമയപ്പോഴേക്ക് 9 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. ഈ കാണുന്നതൊക്കെ നമുക്ക് വന്ന ബാഗുകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പൊട്ടിച്ച് നമ്മൾ ഓരോ BOകൾക്കുള്ള ലെറ്റേഴ്സ് സോർട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. ഇനി ഞാൻ എൻ്റെ കത്തുകളൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്കാണെന്നും എവിടേക്കാണ് ആ വീടുകളെന്നൊക്കെ കുമാരേട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി അടുത്തത് ഫീൽഡിലാണ് ഫുള്ള്. ഹെൽമെറ്റിന് എങ്ങനെ വയ്ക്കും? ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ മമ്പാട് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളാണ് ഇവിടുത്തെ പോസ്റ്റ്മാൻമാർ. ഇപ്പോൾ ഞങ്ങൾ കത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ കത്ത് കൊടുക്കാൻ വേണ്ടി പോവാണേ. സെക്രട്ടറിയാ. ഞാൻ വീഡിയോ എടുക്കട്ടെ, യൂട്യൂബിലിടാനാ. ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. കയ്യൊക്കെ കരിഞ്ഞു പോകും. നമുക്ക് ഇടാം. പാസ്പോർട്ട് വന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. ഒന്ന് സൈൻ ചെയ്യോ?
എൻ്റെ കൈസ് ഇത് ഇവിടുത്തെ മമ്പാട് പഴയ ജമാഅത്ത് പള്ളി ഖബർസ്ഥാനൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഉണ്ട്. നല്ലൊരു ആൻറ്റീക് ലുക്കുള്ള ഒരു പള്ളി. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. പാഴ്സൽ കൊടുക്കാം. താത്താ നമുക്കിനി കാഞ്ഞിരപ്പൊയിൽ ഭാഗത്തേക്ക് 3-4 കത്ത് കൊടുക്കാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അതിനടുത്ത് ഇത് സ്റ്റാർച്ച് ഓഡിറ്റോറിയം കേട്ടോ. നല്ല വെയിലുണ്ട് കണ്ടില്ലേ, ആകാശം സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കും. താത്താ താത്താ പാൻ കാർഡ് ഞാൻ ഇന്നലെ പറഞ്ഞിനിയല്ലോ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാ വന്നേ? അല്ലേ നീ വരികയാണെങ്കിൽ ഇങ്ങോട്ട് കുറഞ്ഞാളുണ്ട് പറഞ്ഞു. ഹലോ സൗസർ എവിടെ? പാലം ഞാൻ ഗൈസ് കുരുക്കൊത്തിക്കുന്ന് ഉണ്ടോ ടാണയിലാണ്. നമുക്കിന്ന് ഇതിൻ്റെ മുകളിലാണ് കത്ത് കൊടുക്കാനുള്ളത്. പോവാം. മീനുണ്ടടാ? കാണിച്ചു തരുമോ? നോക്കട്ടെ. ചെറിയ കുപ്പിയിലാക്കിയിട്ടേക്ക. വലുതൊന്നും കിട്ടിയില്ലേ? അപ്പോ വലിയ കുപ്പിയൊന്നും കിട്ടിയില്ലേ? കുട്ടികളെ തമ്മിൽ പിടിക്കുന്നുണ്ട്. ഭയങ്കര വെയിലാണ് ഗൈസ്. വേർത്ത് കുടിച്ച് വീട്ടിൽ 2 കത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്കിനി കുറച്ച് കത്തുകളും കൂടി ബാക്കിയുള്ളൂ. ഉച്ചയാകുമ്പോഴേക്ക് കഴിയും. ഉണ്ടോ വേർപ്പുണ്ടോ? കൂടെ കൊടുത്ത് കൂപ്പട്ടെ കേട്ടോ. ബെല്ലടിച്ചിട്ട് വരുന്നില്ല അവർ. എൻ്റെ പേര് എഴുതണോ? നിങ്ങളെ പേര് എഴുതണം. സൈനു കേട്ടോ. ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേച്ചീനോട് വെള്ളം ചോദിച്ചപ്പോൾ ചേച്ചി വേഗം എടുത്ത് തന്നു കേട്ടോ. കഴിഞ്ഞ നമ്മളെ കത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിനി തിരിച്ച് ഓഫീസിലേക്ക് പോവാണ്. എന്നിട്ട് റിട്ടേൺസ് കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പണി അവസാനിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് അതും കൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ ബൈ.